വലിയ കളക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തമിഴ് ഇൻഡസ്ട്രി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പടം അങ്ങ് പടച്ചു വിട്ടു, അരമനെ 4. എന്തിനാണോ ഈ പടം പടച്ചു വിട്ടേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല, കണ്ടവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ പടം 100 കോടി അടിച്ചിരിക്കുകയാണ് guys. പണ്ടാരോ അടങ്ങാൻ വേണ്ടി ബഗ്ഗെന്ന് പറഞ്ഞ കുപ്പിയിലാക്കിയിട്ട് വെള്ളത്തോട്ട് എടുത്തെറിഞ്ഞു. അതിനെ കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. അതൊരു തോണിക്കാരൻ വന്നിട്ട് അറിയാതെ തുറന്നു വിടുന്നു. അതാണെങ്കിൽ അയാളുടെ മോൾ ആഫ്രിക്കൻ മുഷിയാണെന്ന് വിചാരിച്ച് കയ്യിലെടുത്ത് പിടിച്ചു. എന്നിട്ടോ ആ ബഗ് നൈസായിട്ട് ആ മോളുടെ ദേഹത്തങ്ങ് കയറും. ഇത് കണ്ടിട്ട് ആ തോണിക്കാരൻ തന്ന സ്വന്തം മോളുടെ മുഖത്ത് ചൂടുവെള്ളം കോരിയും ഒഴിക്കും. എന്നിട്ട് ആ ബഗ്ഗിനെ പിടിച്ച കുപ്പിയിലാക്കും. ഇതിലെ ഡയറക്ടറും പ്രൊഡ്യൂസറും നായകനൊക്കെ ഒരാൾ തന്നെയാണ്. അടുത്ത സീനിലാണ് നമ്മുടെ സുന്ദർജിനെ കാണിക്കുന്നത്. പുള്ളിക്കാരനാണ് ഒരു വക്കീലെ കോട്ട കിട്ടിങ്ങനെ നിൽക്കുകയാണ്. ജോണി ഓരോ തവണയും ഡോക്ടർ, പ്ലംബർ എന്നിങ്ങനെ വേഷങ്ങൾ വരുമ്പോൾ നമ്മുടെ സുന്ദരനാണെങ്കിൽ വക്കീലായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ പടത്തിന്റെ കഥ എന്ന് പറയുന്നത് ഒന്നുമില്ല, പഴയ 3 പടത്തിലെ കഥ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. വലിയൊരു ബംഗ്ലാവും അവിടെ ഒരു പ്രേതവും, ഇതൊക്കെ തന്നെ. സത്യത്തിൽ സുന്ദർജിയുടെ പെങ്ങളാണ് ഇവിടെ പ്രേതമായിട്ട് വരുന്നത്. കുറെ കാടുകൾക്ക് നടുവിലുള്ള ഒരു മനയിലാണ് ഇത് താമസിക്കുന്നത്. കാട് എന്ന് പറഞ്ഞ വെറും കാടല്ല, കൊടും കാടാണ്. ജുറാസിക് പാർക്കിൽ പോലും നമ്മൾ ഇങ്ങനെ കാട് കണ്ടിട്ടുണ്ടാവില്ല. വംശനാശം വന്ന് ചത്തുപോയി ഡിനോസർ മുതൽ വേഷം മാറി നടക്കുന്ന ഏലിയൻ വരെ ആ കാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആ മനയിൽ സംസാരിക്കാൻ ദ്വീപുകളുമായിട്ട് കളിച്ചിരിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ തമന്ന ചേച്ചി, അഥവാ കഥയിലെ നായിക. ഈ പടത്തെക്കാളും വെറുപ്പിൽ ഈ പടത്തിലെ ഒരു പാട്ടാണ്. എവിടെ നോക്കിയാലും ഈ ഒരു പാട്ട്. ഓടുമ്പോഴും ചാടുമ്പോഴും ഉറങ്ങുമ്പോഴും കക്കൂസിരിക്കുമ്പോൾ പോലും ജോ 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 പണ്ടാരം കേട്ട് മടുത്തു. അങ്ങനെ സന്തുഷ്ടമായിട്ട് കുടുംബം മുന്നോട്ട് പോയ സമയത്ത് അങ്ങനെ ഒരു ദിവസം ആ കുടുംബത്തിലെ നാഥന് അപ്പിയുടെ മുടിയിട്ട് ജോഗിങ് ചെയ്യുന്ന അവസ്ഥയിൽ ആ കാട്ടിലോട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ അവൻ ഓടിപ്പോക്കേണ്ട സമയത്ത് വഴിയിലാണെങ്കിൽ സ്മോക്ക് ഒക്കെ ഇട്ട് ഒരു പ്രേതത്തിന്റെ എൻട്രി. പ്രേതം വന്ന് ഇവന്റെ കാലെ പിടിച്ച് വലിച്ച് താഴോട്ടങ്ങിടും. വെയിറ്റ്, ഈ കൈ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ അത് മീശമാതിലെ അരിശ്രേഷന്റെ കൈ, അല്ലെങ്കിൽ അവതാർ വേൾഡിൽ ചാടിപ്പോയി ഏതൊരു കൈയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ കുടുംബനാഥന്റെ ദേഹത്തേക്ക് പ്രേതം വലിഞ്ഞു കയറും. എന്നിട്ട് അവൻ നേരെ മനയിലേക്ക് തിരിച്ചു വരും. അപ്പോഴേക്ക് തമന ചേച്ചി വേറെ മൂഡിലാണ്. പുള്ളിക്കാരൻ വന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാൽ തമന ചേച്ചി ഉത്തരം പറയുന്നത് വേറെ എന്തൊക്കെയോ ആണ്. അപ്പോഴാണ് തമന ചേച്ചിക്ക് മനസ്സിലാവുന്നത് ഇത് തന്നെ മുരട്ട് ഭർത്താവല്ല, എവിടുന്നോ വന്ന കല്ലിയും കണ്ട് നീരിയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ ചേച്ചി പിള്ളേരെ എടുത്തുകൊണ്ട് നമ്മുടെ ഒളിച്ചുകളി നടക്കും. എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ വണ്ടിയിൽ നിന്ന് പിള്ളേരെ നോക്കി പിടിച്ചിട്ട് താട്ടിറങ്ങുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ, എന്തോ ഹൈപ്പിലാണ് ആ സീനൊക്കെ എടുത്തു നോക്ക്. എന്റെ മോനെ കൊലമാസ് എന്ന് പറഞ്ഞ കൊലമാസ്. ഇതൊക്കെ എങ്ങനെയാണ് അവ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ചിരിക്കാതെ കണ്ടെന്ന് ഓർക്കുമ്പോഴ. അങ്ങനെ ഒടുവിൽ താഴെ ലാൻഡ് ചെയ്ത ചേച്ചിയാണെങ്കിൽ പിള്ളേരെ കാർഗറ്റ് എഴുതും. അപ്പോഴേക്കും പ്രേതം വന്നിട്ട് ചേച്ചിയുടെ വയറ്റത്തിട്ട് കുത്തു കൊടുക്കും. അങ്ങനെ ചേച്ചി തെറിച്ചു പോയിട്ട് അവിടെ ഉണക്കായിട്ട് തുണിയുടെ മണ്ടേ പോയി വീഴും. അവിടെ കിടന്നിട്ട് ചേച്ചി ആവശ്യത്തെ എക്സ്പ്രഷൻസ് എല്ലാം അങ്ങ് മാറി എറിയും. എന്നിട്ട് ചേച്ചി പ്രേതം നിരത്തിട്ട് വരയ്ക്കുമ്പോൾ വണ്ടർലെ ടൂർ പോയിട്ട് ചേച്ചി അവിടെ കിടന്ന് റോസ് എടുത്തിട്ട് അവിടെ ഉണക്കിടന്ന് തുണിയുടെ മണ്ടയിലോട്ട് വെള്ളം തെറിപ്പിക്കും. ഇതൊക്കെ ഇട്ടിട്ട് പിള്ളേർക്കാണെങ്കിൽ വൻ അറുമാദം. പിന്നീട് അവസാനം പ്രേത ചേച്ചിയുടെ കരുത്തിൽ കയറൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് തള്ളി കിണറ്റിലോട്ടും ഇടും. ഇതൊക്കെ ആദ്യം ചെയ്തായിരുന്നെങ്കിൽ ഇത്തരം വെറുപ്പിരുന്ന് കാണേണ്ടി വരത്തില്ലായിരുന്നു. ചേച്ചി കൊന്നപാടി ചേച്ചിയുടെ പ്രേതം പുറത്തോട്ട് ചാടി. പിന്നീട് അവിടെ നടക്കുന്നത് നായകന്റെ എൻട്രിയാണ്. നായകനാണെങ്കിൽ പ്രേതം പിടിച്ച വീട്ടിലേക്ക് വരികയാണ് താമസിക്കാൻ. നായകനാണെങ്കിൽ ഒറ്റയ്ക്കല്ല വരുന്നത്, കൂടെ വെറുപ്പിക്കാനായിട്ട് ഒരു ടീമായിട്ട് തന്നെയാണ് വരുന്നത്. കോവൽ സർല, യോഗി ബാബു, VTV ഗണേഷ്, മൊട്ടെ രാജു തുടങ്ങിയ ക്യാരക്ടേഴ്സിന്റെ വെറുപ്പിന് നമുക്ക് ഈ പടത്തിൽ കാണാം. ഹീറോ ആകുമ്പോൾ ഒരു ഹീറോയിനെങ്കിലും വേണ്ടേ, അതിനായിട്ട് റാഷിനെ കുതിരും അതിലേക്ക്. സോ ആ വെറുപ്പിക്കൽ ടീംസ് അവിടെ ആവശ്യത്തിലേറെ വെറുപ്പിച്ചോണ്ട സമയത്ത് തമനയുടെ പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും വെറുപ്പിക്കും. കൊമളയിൽ പ്രേതം, ക്യാമറയിൽ പ്രേതം, എന്തിനേറെ പറയാനും കൊതുകിനെ അടിക്കും പോലും അവിടെയും പ്രേതം. മൊത്തത്തിൽ പറഞ്ഞ അവിടെ പ്രേതം തട്ടി നടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയായി. പിന്നീട് അവിടെ പ്രേതത്തിന്റെ ഹോബീസ് ആണ് കാണിക്കുന്നത്. യോഗി ബാബുവിന്റെ കഴുത്തിൽ ഏണിയിട്ട് വലിക്കുക, പ്രേതം ഒളിഞ്ഞിരുന്ന നോർമൽ പടത്തിന് LGBTQ പടമാക്കി മാറ്റുക, പിള്ളേരെ കളിച്ചുകൊണ്ടിരുന്ന ടെന്നീസ് ബോൾ മുഴുവനും വിഴുങ്ങുക, കാറിൽ വൈപ്പിടുമ്പോൾ അവിടെയും പ്രേതം, പിള്ളേർ രാത്രി ഉറങ്ങുന്ന സമയത്ത് കട്ടിലിൽ വന്ന് വെറുപ്പിക്കുക, കാറിന്റെ സീറ്റാണെങ്കിൽ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ആക്കി വെറുപ്പിക്കുക, ആ മനയിലേക്ക് സ്കൂട്ടറിൽ വരുന്ന പെണ്ണിനെ തൂക്കിയെടുത്ത് എറിയുക. അങ്ങനെ വെറുപ്പിലൂടെ വെറുപ്പില്. അങ്ങനെ ഇത്തരത്തിൽ വളരെ വെറൈറ്റി ഹോബീസ് ഉള്ള ഒരു വൃത്തികെട്ട പ്രേതമാണിത്. ആദ്യം പ്രേതം ഹൊറിബിൾ ആണെങ്കിലും പിന്നീട് പ്രേതത്തിന്റെ റൂട്ടേ അങ്ങോട്ട് മാറും. ഈ പ്രേതത്തിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്നാൽ പിന്നെ ഇത് ആദ്യം അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ആദ്യം പിള്ളേരെ മുഴുവൻ പേടിപ്പിച്ചിട്ട് പിന്നീട് ആ പിള്ളേരോട് കളിക്കുക. ഇതൊരു വല്ലാത്ത ആദ്യം മെന്റ് പ്രേതം തന്നെ. അങ്ങനെ ചേച്ചി വീണ്ടും ജോജോ പാട്ട് വെച്ച് വെറുപ്പിക്കാൻ തുടങ്ങും. ചേച്ചി പ്രേതമായിട്ട് അതിന്റെ പിള്ളേരെ ഉറക്കും, കുളിപ്പിക്കും. എന്തിനേറെ പറയണം, അവിടുത്തെ പരിപാലനം മുഴുവൻ പ്രേതം അങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. ആ വീട്ടിലെ സകലമാന പണികൾ ആ പ്രേതം എടുക്കും. നല്ല പ്രേതം. അങ്ങനെ പ്രേതം വീട്ടിൽ വെറുപ്പിച്ചിരുന്ന സമയത്ത് നമ്മുടെ സുന്ദരനാണെങ്കിൽ ജീപ്പ് എടുത്ത് കാട്ടിലോട്ട് ട്രിപ്പ് പോകും. അണ്ണൻ പോകുന്ന വഴിയിൽ വനത്തിന്റെ കൂട്ടൊരു സാധനം വന്നിട്ട് അണ്ണനെ അറ്റാക്ക് ചെയ്യും. അണ്ണൻ ഇത് കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ തമന ചേച്ചിയുടെ പ്രേതം വന്നിട്ട് ആ വണ്ടിക്ക് ചെയ്തവന് എന്തൊക്കെയോ ചെയ്യും. എന്താണ് നടന്നതെന്നുള്ളത് പുറത്തു പറയാൻ പറ്റില്ല. അങ്ങനെ വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ സുന്ദരണ്ണന്റെ ദേഹത്തേക്ക് ഒരു അനാക്കോണ്ട പോലത്തെ ഒരു പാമ്പ് ചാടി വരും. അണ്ണനാണെങ്കിൽ നൈസായിട്ട് മാറിക്കൊടുക്കും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു ക്രോസ് ഓവർ ജുറാസിക് വേൾഡ് പോലെ തന്നെ. 2 ദിവസം കഴിയുമ്പോൾ തമിഴ് ചേച്ചി പീഡിപ്പിച്ച് വിട്ട് ആ പാവം ചകര് ബോഡി കിട്ടും. അങ്ങനെ ഇതിന് കാരണം അവിടുത്തെ എല്ലാ കുളിമുറികളും ഒളിഞ്ഞു നോക്കുന്ന KGF ഗരുഡൻ എന്ന് പറഞ്ഞിട്ട് അയാൾ തപ്പിപ്പോവും. അങ്ങനെ ഗരുഡനെ തപ്പി അയാളുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് മരിച്ച 3 പേരുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കാണാം. അതും ഒരേ ബാക്ക്ഗ്രൗണ്ട് വെച്ചെടുത്ത ഫോട്ടോ. അങ്ങനെ വീട്ടിൽ പോലീസുകാർ ഇറങ്ങുമ്പോൾ അപ്പത്തൊരു മരത്തിൽ അണ്ണൻ മാസ് ഇട്ടൊരു നിപ്പുണ്ട്. ഉഫ്, ഇച്ചാതി മാസ്. അങ്ങനെ ആള് മാറി മാറി നടക്കുന്ന പ്രേതം ഗരുഡനെ തെറ്റി ഗരുഡന്റെ രൂപത്തിലേക്ക് മാറുന്നു. പിന്നീട് അവിടെ നടക്കുന്നത് പ്രേതം വേഴ്സസ് പ്രേതം ഫൈറ്റ് ആണ്. തമന പ്രേതം വേഴ്സസ് ഗരുഡൻ പ്രേതം. ആദ്യം തന്നെ തമനയുടെ പ്രേതം ഒരു ചുള്ളിക്കവിടുത്ത് കത്തിച്ചിട്ട് ഗരുഡന്റെ നേരത്തെ കയറിയും ഗൈസ്. പിന്നീട് അവിടെ നടക്കുന്നത് ക്ലോസപ്പിന്റെ ആടാണ്.
പിന്നീട് ഗരുഡനാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച് കളിക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ച ഏതോ ഒരു ഊത്തപ്പാവ എടുത്ത് അങ്ങോട്ട് എറിയും. അങ്ങനെ ഇതെങ്ങനെ നിൽക്കും. ജുറാസിക് പാർക്കിനുള്ളിൽ ഏതോ ഡിനോസറിന്റെ കടിയും കൊണ്ട് ചത്ത കുറെ പ്രേതങ്ങള് അവിടെ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് വരും. അങ്ങനെ ഇതിലെ കണ്ട് നമ്മുടെ തമിഴ്സിച്ചിട്ട് പ്രീതം ചരലി വരി എറിയും. എന്റെ പൊന്നിടാവ് ഇത്രയും വലിയ ഫൈറ്റ് കിടക്കുമ്പോ ആരാട്ട മരത്തിൽ ചാരി ഉറങ്ങുന്നേ. അവസാനം കുറെ നേരത്തെ പോരാട്ടത്തിന് ശേഷം ഗരുഡന്റെ പ്രീതം തമിഴ്സിച്ച് വീണ്ടും കൊന്നു കത്തിക്കും. അങ്ങനെ ഇത്ര നേരം കുറെ മാസം കാണിച്ച് ഗരുഡന്റെ പ്രീതം മലക്കശ്ശേരി മലയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് വീണ്ടും വെറുപ്പിക്കല്. ഈ സമയം മനയുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വൻ ഉത്സവം നടക്കുകയാണ്. ഈ സമയം അമ്പലത്തിലാണെങ്കിൽ കൊലമാസം ഡാൻസ് നടക്കുകയാണ്. ആ ഉത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് തലേ ദിവസം ചോട്ട മുമ്പേ കഴിഞ്ഞിട്ട് സുന്ദരണ്ണനാണെങ്കിൽ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരും. അതിന് പുറകിലാണെങ്കിൽ നമ്മുടെ ഗരുഡന്റെ പ്രീതവും. അങ്ങനെ അവിടെ രണ്ടുപേരും കത്തിക്കുമ്പോൾ ചെയ്ത് പാവയുടെ ഉള്ളിലോട്ട് കയറിയിട്ട് ഗരുഡനാണെങ്കിൽ നെറൂട്ടോ ആയിട്ട് മാറും. സുന്ദരണ്ണൻ അനിമയൊക്കെ കാണാൻ തുടങ്ങി. പിന്നീട് അവിടെ നടക്കുന്നത് നമ്മുടെ സുന്ദരണ്ണനും ഗരുഡനും ചേർന്നുള്ള മാസ്മരിക ഫൈറ്റ് ആണ്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ സുന്ദരണ്ണൻ ചാടി രക്ഷപ്പെടും. ഗരുഡന്റെ പ്രീതമാണെങ്കിൽ അവിടെ കത്തി അമരും. എക്സ്മാൻ, ഡോക്ടർ സ്ട്രേഞ്ച്, വാണ്ടവിഷൻ, ഗോസ്റ്റ് റൈഡർ, അവഞ്ചർ, അനാക്കോണ്ട, വെനം, ഷാൻജി, നറൂട്ടോ ഇതിനെല്ലാം ചുരണ്ടാൻ പറ്റുന്നതിന് മാക്സിമം ഈ പടത്തിൽ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പടത്തിൽ നിന്നെല്ലാം ചുരണ്ടി വെച്ചിട്ടാണ് ഈ ഒരു പടം പണി വെച്ചിരിക്കുന്നത്. വല്ലാത്തൊരു പണ്ണലായി പോയി അണ്ണേ. ശരിക്കും ഈ പടത്തിന്റെ പേര് അരമന നല്ല ഇടേണ്ടത് ചൊരണ്ട മലയിന്നാണ് ഇടേണ്ടത്. എനിക്ക് ഈ പടത്തിൽ ആകെ ഇഷ്ടപ്പെട്ടത് അവസാനം വരുന്ന പാട്ടാണ്. എന്നായിരുന്നു കണ്ടേക്കെന്ന് വിചാരിച്ചപ്പോ ഈ നായ്ക്കളാണെങ്കിൽ അതും ബ്ലർ ചെയ്തിരിക്കുന്നത്.